Dear students, today we will discuss Ernest Hemingway, Snows of Kilimanjaro. അതായത് ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ലൈഫും വർക്കുകളും ആണ് നമ്മൾ പറയുന്നത്. വൺ ഓഫ് ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ റൈറ്റേഴ്സ് ഓഫ് ദി 20th century, ഏണസ്റ്റ് ഹെമിംഗ്വേ ഈസ് ഫേമസ് ഫോർ ഹിസ് സ്പെസിഫിക് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് കോൾഡ് ഐസ്ബർഗ് തിയറി, which is clearly seen in his short stories and novels. അതായത് 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റൈറ്റർ ആണ് ഏണസ്റ്റ് ഹെമിംഗ്വേ. അദ്ദേഹത്തിന്റെ എഴുത്ത് ശൈലിയെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റൈൽ ഓഫ് റൈറ്റിങ്ങിനെ നമ്മൾ ഐസ്ബർഗ് തിയറി എന്ന് പറയും. അതായത് ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഐസ്ബർഗ് തിയറി, വിച്ച് ഈസ് ക്ലിയർലി സീൻ ഇൻ ഹിസ് ഷോർട്ട് സ്റ്റോറീസ്. അതായത് തന്റെ ചെറുകഥകളിലൂടെയും നോവലുകളിലൂടെയും എല്ലാം ഈ ഐസ്ബർഗ് തിയറി അദ്ദേഹത്തിന്റെ സ്റ്റൈലാണ്, അത് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇഫ് എ റൈറ്റർ ഓഫ് പ്രോസ് നോസ് ഇനഫ് ഓഫ് വാട്ട് ഹി ഈസ് റൈറ്റിംഗ് അബൌട്ട്, ഹി മേ ഒമിറ്റ് തിങ്സ് ദാറ്റ് ഹി നോസ് ആൻഡ് ദ റീഡർ, ഇഫ് ദ റൈറ്റർ ഈസ് റൈറ്റിംഗ് ട്രൂലി ഇനഫ്, വിൽ ഹാവ് എ ഫീലിംഗ് ഓഫ് ദോസ് തിങ്സ് ആസ് സ്ട്രോങ്ലി ആസ് ദോ ദ റൈറ്റർ ഹാഡ് സ്റ്റേറ്റഡ് ദം. അതായത് ഒരു റൈറ്റർ എന്ന നിലയിൽ ഏണസ്റ്റ് ഹെമിംഗ്വേക്ക് അറിയാം താൻ എഴുതുന്ന കാര്യങ്ങള് വായിക്കുന്നവരെ സത്യസന്ധമായി ഉൾക്കൊള്ളുമെന്നും അതുകൊണ്ട് താൻ എഴുതുന്ന കാര്യങ്ങളില് വളരെയധികം സത്യസന്ധത പുലർത്തണമെന്നും അദ്ദേഹത്തിന് അറിയായിരുന്നു. ദാറ്റ് വാസ് ദ യുണീക്ക് തിങ് അബൌട്ട് ഹിസ് റൈറ്റിംഗ്. അതാണ് അദ്ദേഹത്തിന്റെ രചനാ ശൈലി എന്ന് പറയുന്നത്. അതായത് സത്യസന്ധമായ കാര്യങ്ങളെ അദ്ദേഹം എഴുതുള്ളൂ. കാരണം വായിക്കുന്നവൻ താൻ എഴുതുന്നത് അതേ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളുമെന്ന് ഏണസ്റ്റ് ഹെമിംഗ്വേക്ക് അറിയാമായിരുന്നു. We will study the detailed description of the story The Snows of Kilimanjaro to understand the art and അതായത് ഇപ്പൊ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പറയാൻ പോകുന്നത് സ്റ്റോറി ഓഫ് ദ സ്നോസ് ഓഫ് കിളിമഞ്ചാരോ. അപ്പോൾ ആ ദ സ്നോസ് ഓഫ് കിളിമഞ്ചാരോ എന്ന സ്റ്റോറിയിലൂടെ നമുക്ക് ഹെമിംഗ്വേയുടെ ആശയങ്ങളും അതേപോലെ അദ്ദേഹത്തിന്റെ എന്താ പറയുന്ന ആർട്ട് തുടങ്ങിയവയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇനി ഏണസ്റ്റ് ഹെമിംഗ്വേയെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തീംസ്, ആശയങ്ങളെ കുറിച്ച്, തീംസ് ആൻഡ് കൺസേൺസ്, ആശയങ്ങളെ കുറിച്ചും പരിഗണനകളെ കുറിച്ചും പറയുകയാണെങ്കിൽ മോസ്റ്റ് തീംസ് ഓഫ് ഹെമിംഗ്വേസ് സ്റ്റോറീസ് ആർ സിംപ്ലിസ്റ്റിക് ആൻഡ് ഇനാഡിക്വേറ്റ്, ഷോവിങ് ദ വയലൻസ് അറ്റ് ദ ഹേർട്ട് ഓഫ് മെൻ ആൻഡ് തിങ്സ്. അതായത് മനുഷ്യരുടെ ഉള്ളിലുള്ള വയലൻസ്, അക്രമം എന്ന് വെച്ചാൽ മനുഷ്യന്റെ എന്താ പറയുന്നത് കൺഫ്യൂഷൻസ്, അതേപോലെ തന്നെ ഉള്ളിലുള്ള ഹാർഡ് തോട്ട്സ്, കഠിനമായ ചിന്തകള്, ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് വളരെ ലളിതമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നു തന്റെ റൈറ്റിങ്ങിലൂടെ. ഹിസ് സ്റ്റോറീസ് ഇൻക്ലൂഡ് ഫിസിക്കൽ ആൻഡ് ഫിസിക് വയലൻസ്, അതായത് ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള അക്രമം. ഓൾസോ ഷോസ് ഗോളൻസ് ഓഫ് വാർ ആൻഡ് വയലൻസ് ഇൻ എവരിഡേ ലൈഫ്. അതായത് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ മനുഷ്യർ ഓരോരുത്തരും നേരിടുന്ന എന്താ പറയാ അസ്വസ്ഥതകള്. To represent his violence, Hemingway choice of characters, situations, sense of life and word depends and shows the emotions of fear, pain, hurt, anxiety, empathy, tension and trauma. അതായത് മനുഷ്യ മനസ്സിലെ എന്താ പറയുന്നത് വയലൻസ്, അക്രമങ്ങള്, സങ്കടങ്ങള്, അങ്ങനെയുള്ളതെല്ലാമാണ് അദ്ദേഹം പ്രതിപാദ്യ വിഷയമായി സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങള് അവസരങ്ങൾക്ക് അനുസരിച്ച് വളരെയധികം വേദനയും ദുഃഖവും അതേപോലെ തന്നെ ടെൻഷനും എമ്പതിയൊക്കെ ഉൾക്കൊള്ളുന്ന കഥാപാത്രങ്ങളാണ്. As violence is used as metaphor in Hemingway's works to the specific and particular themes in his ഷോർട്ട് സ്റ്റോറി. അദ്ദേഹത്തിന്റെ ചെറുകഥകളിലെല്ലാം പ്രത്യേകമായിട്ടുള്ള ഒരു ആശയം എന്ന് പറയുന്നത് വയലൻസ്. അദ്ദേഹം അതൊരു മെറ്റാഫർ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഒരു ഉപമയായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടു സ്പെസിഫിക് ആൻഡ് പർട്ടിക്കുലർ തീംസ് ഇൻ ഹിസ് ഷോർട്ട് സ്റ്റോറി ദ മെയിൻ ഫോക്കസ് ഈസ് ഓൺ ദ ഫോളോവിങ്. അതായത് ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ചെറുകഥകളിലും അതേപോലെ തന്നെ നോവലുകളിലും ഒക്കെ താഴെ പറയുന്ന സംഭവങ്ങളാണ് അദ്ദേഹം പ്രധാനമായും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ഷോക്സ് ഓഫ് എക്സ്പീരിയൻസ്, പിന്നെ വയലൻസ് ഓഫ് വാർ, മാൻ വുമൺ റിലേഷൻഷിപ്പ്, പിന്നെ ക്വിൻറ്റസെൻഷ്യൽ നത്തിങ്നെസ് ആൻഡ് സെലിബ്രേഷൻ ഓഫ് വാല്യൂസ്. അതായത് സ്ത്രീ പുരുഷ ബന്ധങ്ങള്, അതേപോലെ തന്നെ ഷോക്സ് ഓഫ് എക്സ്പീരിയൻസ്, അതായത് പരിശീലനം നേടുന്നത്, പിന്നെ യുദ്ധത്തിന്റെ അക്രമം, വയലൻസ് ഓഫ് വാർ, യുദ്ധത്തിന്റെ ഭീകരത, അതേപോലെ എന്താ പറയുന്നത് സെലിബ്രേഷൻസ് ഓഫ് വാല്യൂസ്, മൂല്യങ്ങൾക്ക് കൊടുക്കുന്ന അമിത പ്രാധാന്യം. ഇതെല്ലാമാണ് അദ്ദേഹത്തിന്റെ ഷോർട്ട് സ്റ്റോറികളിലും അതേപോലെ തന്നെ എന്താണ് നോവലുകളിലും എല്ലാം പ്രതിപാദ്യ വിഷയമായിട്ട് അല്ലെങ്കിൽ ആശയമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി
Examples of boy protagonist of his stories of shocking, violent experiences are often caught unaware as encounter the contract killers at a small town lunchroom or face the threatened pointless violence of a demented ex-PC fighter or witness the violent, ironically tragic death of the much maligned father. അതായത് അദ്ദേഹത്തിന്റെ പല കഥകളിലും നമ്മൾ പറഞ്ഞു വയലൻസ് യുദ്ധത്തിന്റെ ഭീകരത അല്ലെങ്കിൽ യുദ്ധത്തിന്റെ അക്രമത്തെ അദ്ദേഹം പ്രതിപാദിക്കുന്നു. അതേപോലെ തന്നെ മനുഷ്യ മനസ്സുകളിലുള്ള സങ്കീർണതകള്, അതായത് ടെൻഷനുകള്, ഫിയർ, അങ്ങനെയുള്ളതൊക്കെ അദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ടാണ് തന്റെ ചെറുകഥകളിലും അതേപോലെ നോവലുകളിലും ഒക്കെ പ്രതിപാദിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി പറയുന്നത് എക്സാമ്പിൾസ് ഓഫ് ബോയ് protagonist of his stories of shocking, violent experiences are often caught unaware as encounter the contract killers at a small town lunchroom or face the threatened pointless violence of demented ex-PC fighter or witness the violent, ironically tragic death of the much maligned father. അതായത് അദ്ദേഹത്തിന്റെ ദ കില്ലർ എന്ന നോവലിലുള്ള എന്താ പറയുന്ന ഒരു കില്ലർ, അല്ലെങ്കിൽ എന്താ പറയുന്ന കോൺട്രാക്ട് കില്ലർ, പിന്നെ അതേപോലെ തന്നെ ദ ബാറ്റ്ലർ എന്ന കഥയിലുള്ള എന്താ പറയുന്നത് വയലൻസ്, ഭീകരതയും അതേപോലെ ഭീഷണികളും എല്ലാം, അതേപോലെ വിറ്റ്നസ് ദ വയലന്റ്, ഐറണിക്കലി ട്രാജിക് ഡെത്ത് ഓഫ് ദി മച്ച് മാലിഗ്നഡ് ഫാദർ, മൈ ഓൾഡ് മാൻ എന്നുള്ളതിലുള്ള എന്താ പറയുന്നത് വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഫാദർ. ഇതെല്ലാം ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ കഥാപാത്രങ്ങളാണ്, നോവലിലെ ഷോർട്ട് സ്റ്റോറിയിലെയൊക്കെ കഥാപാത്രങ്ങളാണ്. അപ്പൊ ഇവിടെ എല്ലാം വയലൻസിനും അതേപോലെ തന്നെ എന്താ പറയുന്ന ഭീകരതയ്ക്കാണ് ഏണസ്റ്റ് ഹെമിംഗ്വേ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ത്രട്ടൻ, ഭീഷണി, ഭയം, പേടി, ഇതിനൊക്കെയാണ് അതിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. സം ഓഫ് ഹിസ് സ്റ്റോറീസ് ഷോസ് ദ ഇമ്പാക്ട് ഓഫ് സം ഓൾഡ് mess like the older people and the animals left behind during the evacuation of a village under threat of short fiction imminent bombardment, or the shell-shocked soldiers whose wounds may have healed but who continue to suffer from the neurosis and frequent nervous breakdown. Such situations carve out the Hemingway irrational, impersonal, devastating face of violence, the savagery and grimness of it, which occasionally countered by the intermittent camaraderie and togetherness of some of the men at war. അതായത് അദ്ദേഹത്തിന്റെ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ സ്റ്റോറികളില് എന്താ പറയുന്നത് വയസ്സായ പ്രായമായ മനുഷ്യര്, അതേപോലെ എന്താ പറയുന്ന മൃഗങ്ങള്, ഇവരെല്ലാവരും ഒരു വില്ലേജിൽ നിന്ന്, അതായത് ഓൾഡ് മാൻ അറ്റ് ദ ബ്രിഡ്ജ് എന്ന നോവലിലെ ഈ പ്രായമായ ആളുകളും അതേപോലെ തന്നെ മൃഗങ്ങളും എല്ലാം ബോംബ് ഭീഷണിയെ തുടർന്ന്, അല്ലെങ്കിൽ ആ ഗ്രാമം ബോംബിട്ട് നശിപ്പിക്കും എന്നുള്ള ഇതിനെ തുടർന്ന് അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യാണ്. അതേപോലെ തന്നെ യുദ്ധത്തില് മുറിവേറ്റ സോൾജിയേഴ്സ്, അവരുടെ മുറിവുകള്, പിന്നെ അവർ ആ മുറിവുകൾ എങ്ങനെ ഉണക്കുന്നു, വീണ്ടും അവരെങ്ങനെ തുടർച്ചയായി യുദ്ധത്തിന് ഏർപ്പെടുന്നു, അങ്ങനെ തുടർച്ചയായി യുദ്ധത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് നെർവ്സ് ബ്രേക്ക് ഡൗൺ, ഞരമ്പുകൾ ബ്രേക്ക് ഡൗൺ ആകും, അങ്ങനെ അവര് അസുഖബാധിതരായി മാറുന്നു. അങ്ങനെ ഒരുപാട് സിറ്റുവേഷനുകൾ, അതായത് ഇറാഷണൽ ആയിട്ട് യുക്തിസഹതമല്ലാതെ, ഇംപേഴ്സണൽ വ്യക്തിപരമല്ലാതെ ഒരുപാട് വയലൻസിനെ, അക്രമത്തെ ഡിവാസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഹെമിംഗ്വേക്ക് ഉള്ളതെന്നാണ് പറയുന്നത്. അതായത് യുദ്ധവും യുദ്ധഭീകരതകളും ആ വയലൻസും, അതാണ് ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ എപ്പോഴും ഉള്ള ഒരു തീം എന്ന് പറയുന്നത്. നേച്ചർ ഇൻ ദ ഫോം ഓഫ് ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്സ് ആൻഡ് ഓൾസം സറൗണ്ടിങ്സ് ഈസ് എ കോൺസ്റ്റന്റ് പ്രസൻസ് ഇൻ ഹെമിംഗ്വേ ഷോർട്ട് ഫിക്ഷൻ. ഇനി അത് മാത്രമല്ല, ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ചെറുകഥകളിലെല്ലാം എപ്പോഴും ഭൂപ്രകൃതിയെ കുറിച്ച്, മനോഹരമായ ഭൂപ്രകൃതിയുടെ വർണ്ണനകൾ, അല്ലെങ്കിൽ മനോഹരമായ ഭൂപ്രകൃതിയെ കുറിച്ചുള്ള വിവരണങ്ങളും അതിന്റെ ബ്യൂട്ടിയും എല്ലാം കാണാൻ കഴിയും. It is often the only thing in the text, animate or inanimate, that is described in a positive or laudatory fashion. അതായത് ജീവനുള്ളതാണെങ്കിലും ജീവനില്ലാത്തതാണെങ്കിലും ഹെമിംഗ്വേയുടെ ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ ഹെമിംഗ്വേയിലെ കഥാപാത്രങ്ങളെല്ലാം വളരെ എന്താ പറയുന്നത് വളരെ സ്ഥിരമായിട്ട്, അല്ലെങ്കിൽ അവര് ഉൾക്കൊള്ളുന്ന മുഴുവൻ ചുറ്റുപാടുകളെയും പ്രതിനിധീകരിക്കുന്ന രീതിയിൽ ആണ്, ഒരു വളരെ പോസിറ്റീവ് ആയിട്ടാണ് ഹെമിംഗ്വേ അത് പ്രകടിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. Hemingway was a great believer in the power of nature, both in terms of its beauty and its challenges to improve one's quality of life. അതായത്
ഒരു മനുഷ്യന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നതിൽ പ്രകൃതിയുടെ മനോഹാരിതയ്ക്കും അതേപോലെ തന്നെ അതിന്റെ ശക്തിക്കും കഴിവുണ്ട്. പ്രകൃതി ശക്തിയെ, അതായത് ചുരുക്കി പറഞ്ഞാൽ ഹെമിംഗ്വേ പ്രകൃതി ശക്തിയെയും പ്രകൃതിയുടെ മനോഹാരിതയെയും ഒരുപോലെ അംഗീകരിച്ചിരിക്കുന്നു. മനുഷ്യരുടെ ജീവിതത്തില് പ്രകൃതിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. Hemingway was a great believer in the power of nature, both in terms of its beauty and its challenges to improve one's quality of life. In many Hemingway stories, the ability to conquer nature by hunting and killing animals is the test of masculinity. അതായത് ഹെമിംഗ്വേയുടെ മിക്ക കഥകളിലും മൃഗങ്ങളെ വേട്ടയാടി പിടിക്കലും അതേപോലെ തന്നെ പ്രകൃതിയെ കീഴടക്കലും എല്ലാം എന്താ പറയുന്നത്, ഒരു പ്രതിപാദ്യ വിഷയമായിട്ട്, സ്ഥിരമായിട്ടുള്ള ഒരു പ്രതിപാദ്യ വിഷയമായിട്ട് പ്രകൃതിയിൽ വേട്ടയാടലും അതേപോലെ മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുക, പ്രകൃതിയുടെ വെല്ലുവിളികളെ നേരിടുക, അതെല്ലാം ഹെമിംഗ്വേയുടെ റൈറ്റിങ്ങുകളിൽ, ഷോർട്ട് സ്റ്റോറികളിൽ സ്ഥിരമായി കാണാവുന്നതാണെന്നാണ് പറയുന്നത്. Also, a near constant presence in Hemingway's stories in the theme of death, either in the form of death itself, the knowledge of the inevitability of death, or the futility of feeling death. ഇനി also a near constant presence in Hemingway's stories. ഹെമിംഗ്വേയുടെ കഥകളിലെ സ്ഥിരമായിട്ടുള്ള ഒരു പ്രസൻസ് എന്ന് പറയുന്നത് തീം ഓഫ് ഡെത്ത്, മരണം എന്ന ആശയമാണ്. എയ്തർ ഇൻ ദ ഫോം ഓഫ് ഡെത്ത് ഇറ്റ്സെൽഫ്, മരണം സ്വയമോ അല്ലെങ്കിൽ ദ നോളജ് ഓഫ് ദി ഇന്നെവിറ്റബിലിറ്റി ഓഫ് ഡെത്ത്, അതായത് മരണം അനിവാര്യമാണ്, നമുക്ക് ഒഴിച്ചു നിർത്താനാവില്ല എന്നുള്ള അറിവ്, ഓർ ദ ഫ്യൂട്ടിലിറ്റി ഓഫ് ഫീലിംഗ് ഡെത്ത്. Clearly evocative of death are the stories in which Hemingway describes actual deaths, the war experiences of the snows of Kilimanjaro, and in another country the suicides of a clean, well-lighted place, and fathers and sons, and the accidents of the capital of the world, and the short happy life of Francis Macomber. അതായത് the snows of Kilimanjaro, and in another country the suicides of a clean, well-lighted place, and fathers and sons, and the accidents of the capital of the world, and the short happy life of Francis Macomber. Fatalistic heroism derives from the belief that death is certain to come, and that resisting it is futile. One may as well face death with stoicism and resignation. അതായത് മരണം നമുക്ക് എപ്പോഴും അനിവാര്യമാണ്. ആ മരണം നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറയാം, എതിർപ്പില്ലാതെ അത് വളരെയധികം അംഗീകരിക്കുന്നു. റെസിഗ്നേഷനോട് അത് വളരെയധികം സ്റ്റോയിസിസവും അതേപോലെ, അതായത് ഫേസ് ഡെത്ത് വിത്ത് സ്റ്റോയിസിസം ആൻഡ് റെസിഗ്നേഷൻ. നമ്മൾ വളരെ എന്താ പറയുന്നത്, മരണത്തെ അത് കടന്നു വരുമ്പോൾ അതിന് യാതൊരു എതിർപ്പുമില്ലാതെ അത് ഇന്നെവിറ്റബിൾ ആണ്, ഒഴിച്ചു നിർത്താനാവാത്തതാണ് എന്ന അംഗീകാരത്തോടെ അല്ലെങ്കിൽ എന്ന ചിന്തയോടെ അത് അംഗീകരിക്കുന്നു. പിന്നെ മെനി ഓഫ് ഹെമിംഗ്വേസ് ക്യാരക്ടേഴ്സ് ഹാവ് ആംബിവലന്റ് ഫീലിംഗ്സ് ടുവേർഡ്സ് ഈച്ച് അതർ. ഇൻ ഹെമിംഗ്വേസ് യൂണിവേഴ്സ് പീപ്പിൾ ആർ നോട്ട് ഹോളി ഗുഡ് ഓർ ബാഡ്. അതായത് ഹെമിംഗ്വേയുടെ ലോകത്ത്, പ്രപഞ്ചത്തില് ജനങ്ങൾ പൂർണ്ണമായും നല്ലതോ ചീത്തയോ അല്ല. In Fathers and Sons, for example, Nick Adams recalls his father's admirable qualities, namely the ability to see like an eagle and an outstanding knowledge of hunting and fishing, and his undesirable qualities, principally cruelty and ignorance. ഇനി ഹെമിംഗ്വേയുടെ തീമിനെ കുറിച്ച്, അതായത് നോവലിന്റെ ഷോർട്ട് സ്റ്റോറിയുടെ ഒക്കെ ആശയങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. വയലൻസിന് പ്രാധാന്യം കൊടുക്കുന്നു, അതേപോലെ വയലൻസും ജനങ്ങളുടെ ഭയവും അതേപോലെ ജനങ്ങളുടെ എന്താ പറയുന്ന ഇമോഷൻസ് എല്ലാം വളരെ സിമ്പിൾ ആയിട്ടാണ് ഹെമിംഗ്വേ തന്റെ കഥകളിലൂടെ അവതരിപ്പിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ മോഡ്സ് ഓഫ് റൈറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഹെമിംഗ്വേ ഫോളോവഡ് ലയണൽ മോയ്സ്, ഹു വാസ് ആൻ ഓൾഡർ കൊളീഗ് ഓഫ് ഹിസ് ജേർണലിസ്റ്റിക് ഡേയ്സ് അറ്റ് ദ കാൻസാസ് സിറ്റി സ്റ്റാർ. അതായത് ഹെമിംഗ്വേ ഫോളോ ചെയ്തിരിക്കുന്നത് ലയണൽ മോയ്സിനെയാണ്. ലയണൽ മോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൻസാസ് സിറ്റി സ്റ്റാറിലെ ഒരു ജേർണലിസ്റ്റ് ആയിട്ട് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അക്കോർഡിംഗ് ടു മോയ്സ്, പ്യുവർ ഒബ്ജക്റ്റീവ് റൈറ്റിംഗ് ഈസ് ദ ഓൺലി ട്രൂ ഫോം ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. ഈ മോയ്സിന്റെ അഭിപ്രായത്തില് പ്യുവർ ഒബ്ജക്റ്റീവ് റൈറ്റിംഗ്, ശരിക്കും ശുദ്ധമായ വസ്തുനിഷ്ഠമായ എഴുത്താണ്. പ്യുവർ ഒബ്ജക്റ്റീവ് റൈറ്റിംഗ് ഈസ് ദ ഓൺലി ട്രൂ ഫോം ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. കഥ പറയുന്നതിന്റെ സത്യസന്ധമായ രൂപം എന്ന് പറയുന്നത് പ്യുവർ ഒബ്ജക്റ്റീവ് റൈറ്റിംഗ് ആണ്. No stream of consciousness, nonsense, no playing dumb observer, one paragraph and God Almighty the next. And Hemingway, his advice during his writing, both journalistic and literary.
ഹെമിംഗ്വേ ഗോസ് ഫോർ ദ യൂസ് ഓഫ് വൺ സിലബിൾ വേർഡ്സ് ഓവർ വേർഡ്സ് ഇൻ 2, 3 ഓർ മോർ. അതായത് ഹെമിംഗ്വേ എപ്പോഴും തന്റെ റൈറ്റിങ്ങളിൽ വൺ സിലബിൾ വേർഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. 2, 3 അല്ലെങ്കിൽ അതിൽ കൂടുതലോ സിലബിൾസ് ഉപയോഗിക്കുന്നതിന് പകരം വൺ സിലബിൾ വേർഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. ദിസ് ഈസ് വാട്ട് ഈസ് ടോക്സ് അബൌട്ട് ദ സിംപ്ലിസിറ്റി ഓഫ് എ ഗുഡ് റൈറ്റിംഗ് പീസ്. അതായത് ഇതിൽ നിന്ന് അദ്ദേഹത്തിന്റെ എഴുത്തുകളുടെ സിംപ്ലിസിറ്റി, ലാളിത്യം അറിയാനായിട്ട് സാധിക്കും. സെന്റൻസസ് ക്യാൻ സംടൈംസ് ബി എ ബിറ്റ് ലെങ്തി ബട്ട് എൻഷുവർ ദേ ആർ സക്സിന്റ്. അതായത് സെന്റൻസുകൾ ഒരു പക്ഷേ ഇത്തിരി എന്താ പറയുന്നത് ലെങ്തി ആയിരിക്കും, ദൈർഘ്യമേറിയതായിരിക്കും, ബട്ട് എൻഷുവർ ദേ ആർ സക്കിന്റ്. സെക്കൻഡ്, ഹി പ്രിഫേഴ്സ് ഷോർട്ടർ സെന്റൻസസ് റാദർ ദാൻ ലോങ് ആൻഡ് ഫ്ലവറി വൺസ്. രണ്ടാമതായിട്ട് പറയുന്നത് ചെറിയ ചെറിയ സെന്റൻസുകൾ, അതായത് വളരെ ഷോർട്ടർ ആയിട്ടുള്ള, ദൈർഘ്യമേറിയ സെന്റൻസുകളേക്കാൾ വളരെ ഷോർട്ടർ ആയിട്ടുള്ള സെന്റൻസുകളാണ് അദ്ദേഹം എപ്പോഴും ചൂസ് ചെയ്യുന്നത്. ഹി ബിലീവ്സ് ദാറ്റ് ഷോർട്ട് സെന്റൻസ് ആഡ് റിതം ആൻഡ് പണിഷ്നെസ് ടു യുവർ ടാർഗറ്റ് ഓഡിയൻസ്. അതായത് ചെറിയ സെന്റൻസുകൾ ഒരു റിതമായിട്ട്, ഒരു താളനിബദ്ധമായിരിക്കും എന്നാണ് പറയുന്നത്. ദേ ആർ വിസിബിൾ ഇൻ ഹിസ് ബുക്സ് ആൻഡ് അതർ ലിറ്റററി വർക്ക്സ്. അതായത് ഈ റിതമിക് നേച്ചർ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ബുക്കുകളിലും അതേപോലെ അദ്ദേഹത്തിന്റെ മറ്റ് സാഹിത്യ രചനകളിലും കാണാൻ സാധിക്കുന്നു. യു മേ കട്ട് ലോങ് സെന്റൻസസ് ടു ഷോർട്ട് സെന്റൻസ് ടു കീപ്പ് യുവർ ഓഡിയൻസ് റീഡിങ്. അതായത് വായനക്കാർക്ക് വായിക്കാവുന്ന രീതിയിൽ ദൈർഘ്യമേറിയ സെന്റൻസുകളെ വളരെ എന്താ പറയുക കട്ട് ചെയ്ത് ചെറുതാക്കിയിരിക്കുന്നു. ഫോർത്ത്, refrain the use of adverb in ILY. Using adverbs in this form may make your words redundant. Hemingway is a great writer with high regard in journalism and literature. He is a role model of other writers, novelists, and other academians ever since. അതായത് റോൾ മോഡലാണ് അദ്ദേഹം, മറ്റ് റൈറ്റേഴ്സിന് റോൾ മോഡലാണ് അദ്ദേഹം നോവലിസ്റ്റ് ആണ്. അതേപോലെ ഉള്ള മറ്റ് അക്കാദമിയൻസിന് ഒരു റോൾ മോഡലായിട്ട് ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ റൈറ്റിങ്ങുകൾ പിന്നെ നെക്സ്റ്റ് പറയുന്നത്, ഹെമിംഗ്വേ ഹാസ് ഓഫൺ ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് എ മാസ്റ്റർ ഓഫ് ഡയലോഗ്. ഹെമിംഗ്വേയെ എന്താണെന്ന് പറയുന്നത്, മാസ്റ്റർ ഓഫ് ഡയലോഗ് എന്ന് പറയുന്നത് മോസ്റ്റ് റീഡേഴ്സ് എഗ്രി, ഭൂരിഭാഗം റീഡേഴ്സും അംഗീകരിച്ചതാണ്. അപ്പോൺ ബീങ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ഹിസ് റൈറ്റിംഗ് ദാറ്റ് ദിസ് ഈസ് ദ വേ ദീസ് ക്യാരക്ടേഴ്സ് വുഡ് റിയലി ടോക്ക്. It is interesting to note, however, that Hemingway's one attempt at playwriting was a failure. അതായത് ഒരു നാടകം എഴുതാനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തി, പക്ഷെ അത് വളരെ ഫെയിലിയർ ആയിരുന്നു എന്നാണ് പറയുന്നത്. നാടകം എഴുതാനുള്ള ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ശ്രമം എന്ന് പറയുന്നത് തികച്ചും പരാജയമായി പോയി. ആക്ച്വലി എ ക്ലോസ് എക്സാമിനേഷൻ ഓഫ് ഹിസ് ഡയലോഗ് വിൽ റിവീൽ ദാറ്റ് ദിസ് ഈസ് റയർലി ദ വേ പീപ്പിൾ റിയലി സ്പീക്ക്. The effect is accomplished rather by the calculated emphasis and repetition which makes us remember what has been said. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ സ്നോസ് ഓഫ് കിളിമഞ്ചാരോ. As the story opens, the speaker, later identified as Harry, is proclaiming that something is painless. It soon reveals that Harry and his wife Helen are encamped somewhere near Mount Kilimanjaro, which at nearly 20,000 feet is Africa's highest mountain. അതായത് ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് കിളിമഞ്ചാരോ. An epigraph at the beginning of the story before the action is underway describes the snow-capped mountain, mentioning that the name for its western summit is translated from the local Maasai language as House of God. Extensive dialogue at the beginning of the story reveals that the speaker's husband and wife have a കമ്പാറ്റീവ് റിലേഷൻഷിപ്പ്. അതായത് കഥ തുടങ്ങുമ്പോൾ വളരെ ദൈർഘ്യമേറിയ എന്താ പറയുന്ന ഡയലോഗുകളൊക്കെയാണ് ഉള്ളത്, വിശാലമായ ഡയലോഗുകളൊക്കെയാണ് ഉള്ളത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കഥ പറയുന്ന ആള്, സ്പീക്കേഴ്സ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഹാവ് എ കമ്പാറ്റീവ് റിലേഷൻഷിപ്പ്. ഹാരി ഹാസ് ceased to be in love with Helen, although she adores him. In Harry's dialogue, one quickly detects a deep-seated underlying anger and compete for not just Helen but all women. Indeed, Harry feels and expresses guilt about the deterioration of his relationship with his wife, who has quite willingly put her considerable fortune at Harry's disposal.
The rub is that the comfortable life that Helen has provided seems to have robbed Harry of the motivation he needs to write. Harry and Helen have left their superficial rich friends behind in Paris, where they are pursuing their consequential lives. Harry recalls the mountains of Bulgaria and Constantinople. അതായത് ഹാരിയുടെയും ഹെലന്റെയും കഥയാണ് ഈ പറയുന്ന സ്നോസ് ഓഫ് കിളിമഞ്ചാരോ എന്നതിൽ പറയുന്നത്. കിളിമഞ്ചാരോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയിലെ ഏറ്റവും ഹയസ്റ്റ് മൗണ്ടൈൻ ആണ്. ഇനി it is soon revealed that Harry is on his deathbed, suffering from gangrene that is moving rapidly from his lower legs to other parts of his body. He and Helen, along with their African servant Molo, are stranded in this remote part of Tanganyika because an inept driver failed to check the oil in their truck, causing it to burn out of a bearing and become inoperable. Their only hope now is that the plane will land on their compound and fly Harry to a medical facility. Harry has a gangrene because he ignored a thorn prick to his knee some days earlier. As his wound festered and became swollen, he treated it with a mild solution of carbolic acid, which proved to be too little too late. The gangrene kept on the step ahead of Harry's attempts to thwart his progress. Throughout the story, Harry vacillates between consciousness and unconsciousness. അതായത് ഹാരിയുടെ കാൽമുട്ടിൽ ഒരു മുറിവ് വന്നു, അത് ശ്രദ്ധയില്ലാതെ അത് ഒരുപാട് എന്താ പറയുന്ന വളരെ വലിയൊരു ഇതായി മാറി, വേദന ശരീരം മുഴുവൻ വ്യാപിച്ചു. അപ്പോ ത്രൂ ഔട്ട് ദ സ്റ്റോറി, കഥയിൽ മുഴുവനും ഹാരി വാസിലേറ്റ്സ് ബിറ്റ്വീൻ കോൺഷ്യസ്നെസ് ആൻഡ് അൺകോൺഷ്യസ്നെസ്, ബോധത്തിനും സുബോധത്തിനും അതേപോലെ അവബോധത്തിനും ഇടയിലുള്ള ഒരു അവസ്ഥയിലാണ്. ഹിസ് കോൺഷ്യസ് പീരീഡ്സ് ബിക്കം ഷോർട്ടർ ആൻഡ് ഷോർട്ടർ. അയാളുടെ ബോധമുള്ള സമയം കൂടുതൽ വളരെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അൺകോൺഷ്യസ്നെസ് റിവറീസ് ഓഫ് ഹിസ് പാസ്റ്റ് ഫിൽ ഹിസ് മൈൻഡ് ആൻഡ് റിവീൽ എ ഗ്രേറ്റ് ഡീൽ അബൌട്ട് ഹിസ് പാസ്റ്റ്. This passage during the unconscious state are printed in italics except for the one near the end, in which Harry hallucinates about the plane coming to rescue him. There is a massive use of symbolism in the story, as has been noted by different scholars and has been hotly contested on their true meanings. അതായത് കഥയിൽ മുഴുവനും എന്താണെന്നാ പറയുന്നത്, സിംബോളിസം, പല വ്യത്യസ്തമായ രീതിയിൽ സിംബോളിസം ഉൾക്കൊണ്ടിട്ടുണ്ട്. ആസ് ഹാസ് ബീൻ നോട്ടഡ് ബൈ ഡിഫറെന്റ് സ്കോളേഴ്സ്, വ്യത്യസ്തരായ പണ്ഡിതന്മാര്, ആൻഡ് ഹാസ് ബീൻ ഹോട്ട്ലി കണ്ടസ്റ്റഡ് ഓൺ ദർ ട്രൂ മീനിങ്സ്. Hemingway used two animals, a leopard and a hyena, to symbolize what Harry wanted to become and what he was actually become. അതായത് ഈ ഏണസ്റ്റ് ഹെമിംഗ്വേ തന്റെ കഥയില് രണ്ട് മൃഗങ്ങളെ സിംബിളൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ലിയോപാഡ്, മറ്റേത് ഹൈന. അതായത് അത് സിംബിളൈസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഹാരി വാണ്ടഡ് ടു ബിക്കം ആൻഡ് വാട്ട് ഹി വാസ് ആക്ച്വലി ബിക്കം. ഹാരി എന്തായി തീരണമെന്ന് ആഗ്രഹിച്ചു, യഥാർത്ഥത്തിൽ ഹാരി എന്തായി തീർന്നു, അത് സൂചിപ്പിക്കുന്നതിനാണ്. ലിയോപാഡ് ഈസ് വെൽ നോൺ ഫോർ ഇറ്റ്സ് എഗിലിറ്റി, സ്പീഡ്, സ്ട്രെങ്ത് ആൻഡ് ഹണ്ടിങ് ക്യാപ്പൽ. ലിയോപാഡിന് അതിന്റെ വേഗതയും അതേപോലെ വേട്ടയാടാനുള്ള കഴിവും എല്ലാം വളരെ എന്താ പറയുന്നത് ഫേമസ് ആണ്. The hyena is a scavenger and eats on the prey that other animals have caught. മറ്റുള്ള മൃഗങ്ങൾ പിടിക്കുന്ന മൃഗങ്ങളെ സ്വന്തം ഇരയാക്കി മാറ്റുന്നതാണ് ഹൈന. This is quality present in Harry feeding on the rich of his wife. അതായത് എന്താ പറയുന്നത്, സ്വന്തം ഭാര്യയുടെ, സമ്പന്നയായ ഭാര്യയുടെ ചിലവിലാണ് ഹാരി കഴിയുന്നത്. Then next, Walt Whitman, O Captain, My Captain, and Passage to India. എന്താണ് വിറ്റ്മാൻ? വിറ്റ്മാൻ വാസ് എ ജേർണലിസ്റ്റ് who worked for various newspapers such as the Long Islander, the New York Aura, and the Brooklyn Evening Star. His first edition of magnum opus, Leaves of Grass, was published in 1855, on which, after reading it,
അതായത് വൈറ്റ്മാൻ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ആണ്. അദ്ദേഹം ദ ലോങ് ഐസ്ലൻഡർ എന്ന ഫേമസ് ആയിട്ടുള്ള ന്യൂസ് പേപ്പറിൽ വർക്ക് ചെയ്തു. ദ ന്യൂയോർക്ക് ഔറ ആൻഡ് ദ ബ്രൂക്ലിൻ ഈവനിങ് സ്റ്റാർ. ഹിസ് ഫസ്റ്റ് എഡിഷൻ ഓഫ് മാഗ്നം ഓപ്പസ് ലീവ്സ് ഓഫ് ഗ്രാസ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1855, ഓൺ വിച്ച് ആഫ്റ്റർ റീഡിംഗ് ഇറ്റ് Thoreau, his contemporary writer and his friend of Emerson, gave the comment on the book wonderfully like the Orientals. Emerson could see in it a mixture of the Bhagavad Gita of the Hindus and the New York Herald. Also, Sir Edwin Arnold and Roma in Roland got the glimpses of the Indian palace in Whiteman. ഇനി അദ്ദേഹത്തിന്റെ പ്രധാന എന്താ പറയുന്നത് മൈ ക്യാപ്റ്റൻ ആൻഡ് പാസേജ് ടു ഇന്ത്യ ആണ് പ്രധാന കൃതി. ഈ നെക്സ്റ്റ് റൈറ്റർ ആണ് എമിലി ഡിക്കിൻസൺ. എമിലി ഡിക്കിൻസൺ, because I could not stop for death, a thought went up my mind today, death sets a thing significant. അതായത് എമിലി ഡിക്കിൻസൺ വാസ് എ റിക്ലൂസീവ് അമേരിക്കൻ പോയറ്റ്. എമിലി ഡിക്കിൻസൺ ഒരു കവിയാണ്, അമേരിക്കൻ പോയറ്റ്. അൺറെക്കഗ്നൈസ്ഡ് ഇൻ ഹെർ ഓൺ ടൈം, ഡിക്കിൻസൺ ഈസ് നോൺ posthumously for her innovative use of form and syntax. Dickinson was born on December 10th, 1830 in Amherst, Massachusetts. Her father, Edward Dickinson, was a respected state legislature, congressman and judge. Her paternal grandfather, Samuel Dickinson, was well known as the founder of Amherst College. She lived in Amherst itself for many years, besides some small visits to Boston, Philadelphia, and Washington. After studying in a primary school, she attended Amherst Academy and Mount Holyoke Female Seminary. Since childhood, she had seculated herself in her parental house and garden. It was known that she was hesitant to receive visitors, even stopped attending church services and dressed in white clothes alone. അതായത് ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ എന്താ പറയുന്നത് പാരന്റൽ ഹൗസ് ആൻഡ് ഗാർഡനിൽ വിസിറ്റേഴ്സിനെ സ്വീകരിക്കുന്നതിനോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ചർച്ച് സർവീസുകൾ ചെയ്യുന്നതിലോ ഒന്നും താല്പര്യമായിരുന്നില്ല. അല്ലെങ്കിൽ ഹി ആൻഡ് ഡ്രസ്ഡ് ഇൻ വൈറ്റ് ക്ലോത്ത്സ്, അതായത് വെളുത്ത വസ്ത്രം മാത്രമേ ഈ എമിലി ഡിക്കിൻസൺ ധരിച്ചിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ബട്ട് ഷീ യൂസ്ഡ് ടു ബി ഇൻ ടച്ച് വിത്ത് സം ഓഫ് ഹെർ ഫ്രണ്ട്സ് ത്രൂ കറസ്പോണ്ടൻസ്. പക്ഷെ തൻ്റെ ചില ഫ്രണ്ട്സുമായിട്ട് കറസ്പോണ്ടൻസ് നടത്തിയിട്ടിരുന്നു. ദ ലെറ്റേഴ്സ് ഓഫ് എമിലി ഡിക്കിൻസൺ പബ്ലിഷ്ഡ് ഇൻ 1958, അതായത് ലെറ്റേഴ്സ് ഓഫ് എമിലി ഡിക്കിൻസൺ പബ്ലിഷ്, അത് അവരുടെ കൃതികൾ 1958 പബ്ലിഷ് ചെയ്തിരുന്നു. ഇസ് ദ സോഴ്സ് ഓഫ് ഹെർ ബയോഗ്രാഫിക്കൽ ഡീറ്റെയിൽസ്, ഹെർ ഇമോഷണൽ ആൻഡ് അസ്തെറ്റിക് ലൈഫ് ഡെപ്പിക്റ്റഡ്. ഷീ ഹാഡ് സെൻഡ് സം ഓഫ് ഹെർ പോയംസ് ടു ദ ക്രിട്ടിക്, അതായത് അവരുടെ ചില കവിതകൾ വിമർശനത്തിന് എന്താ പറയുന്നത് അയച്ചു കൊടുത്തിട്ടുണ്ട്. തോമസ് വെന്റ്വർത്ത് ഹിഗിൻസൺ ഇൻ 1862 ബട്ട് വാസ് നോട്ട് പബ്ലിഷ്ഡ്. She wrote about 1775 poems till she died in 15th May 1886, which gave her belated honor as a poet. അതായത് 1886 മെയ് 15-നാണ് കവയത്രി മരിച്ചത്. അതിനുള്ളില് 1775 കവിതകൾ അവർ രചിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞത് എമിലി ഡിക്കിൻസനെ കുറിച്ചാണ് പറഞ്ഞത്. നെക്സ്റ്റ് അലക്സി ഷെർമാൻ ആണ്. Alexey Sherman, Life and Works. Sherman Alexey, in full, Sherman Joseph Alexey Ger, was born on October 7, 1966
Well-print spokesman, Indian Reservation near Spokane, Washington, US. Alexei was born on Salish Indians, a Sieur d'Alain father and a spokesman mother. He is a Native American writer whose poetry, short story, novels, and films about the lives of American Indians won him an international following. In his childhood, he was anguished with illness. He attended Jesuit Gonzaga University and later got transferred to Washington State University in 1987, where they started writing poetry and prose. അതായത് കവിതയിലും അതേപോലെ തന്നെ ഗദ്യത്തിലും ഒരേപോലെ തിളങ്ങുന്ന ആളാണ് അലക്സി ഷെർമാൻ. Okay, dear students, today we will wind up the class. നമ്മളെ പോർഷൻ എല്ലാം കവർ ചെയ്തു കേട്ടോ.